എൻ്റെ ഒരു ഇതില് tier 1 പോലെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ മെയിൻസ് എഴുതിയിട്ട് പരിചയമില്ല. അപ്പം മെയിൻസിൽ എന്തൊക്കെയാ അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്ന്ന് മാത്രമേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വേറൊരു സ്ട്രാറ്റജി ആണോ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് എടുത്തു. പിന്നെ എക്സ്ട്രാ വരുന്ന സ്റ്റാറ്റി സെക്ഷൻ 1 സമയം തീർന്നേ അറിയില്ല. പെട്ടെന്ന് തന്നെ, അതായത് റീസണിങ്ങും മാത്സും കൂടി പെട്ടെന്ന് അങ്ങ് കഴിയും. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ കുറെ പാസേജ് വായിക്കാനുണ്ട്. പാസേജും ജിക്കെ എങ്ങനെയാണ് നമുക്ക് ആ സമയത്തിനുള്ളിൽ തീർക്കാം. അപ്പൊ ആദ്യമൊക്കെ വിചാരിക്കും രണ്ടും കൂടി ഒരു ടൈം ആയിരുന്നെങ്കിൽ ഇതിന് കുറച്ച് ടൈം അങ്ങോട്ട് കൊടുക്കായിരുന്നല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അത് മോക്ക് ചെയ്തിട്ട് തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ആദ്യമൊക്കെ മാത്സിൽ കുറെ ക്വസ്റ്റ്യൻ കാണാതെയാവുമായിരുന്നു. അതായത് ടയർ 1 ക്ലിയർ ചെയ്തിട്ട് പോലും നമുക്ക് അറിയാലോ ഇത്ര 30 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് പോലും ഞാൻ ആദ്യം റീസണിങ് ചെയ്യാം. അപ്പൊ റീസണിങ് അത്യാവശ്യം നല്ലോണം തന്നെ ഗംഭീരമായിട്ട് എല്ലാം കിട്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു തുടങ്ങും. അപ്പൊ മാത്സ് സമയം